4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ സൂവായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത്. കേരളത്തിന്റെ അഭിമാനമായ സുവോളജിക്കൽ പാർക്ക് കിഫ്ബിയുടെ നേട്ടമായി സർക്കാർ വിലയിരുത്തുന്നു. നാടിന്റെ വികസനത്തിന് പാർക്ക് മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി. ആ കിഫ്ബിയിലൂടെ നല്ല രീതിയിൽ നമ്മുടെ നാടിന്റെ പല സ്വപ്നങ്ങളും ഇതുപോലുള്ള പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും. ഓരോ ഘട്ടമായി എല്ലാ കാലത്തും പാർക്ക് വികസിച്ചുകൊണ്ടിരിക്കുമെന്നും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇനിയും വികസനങ്ങൾ നടക്കുമെന്നും മന്ത്രി കെ രാജൻ ഉറപ്പു നൽകി. പ്രകൃതിയുടെ മടിത്തട്ടിൽ എങ്ങനെയാണ് മൃഗങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതി പഠനശാലയാണ്. ആ പ്രകൃതി പഠനശാലയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ലോകത്തിന് സമർപ്പിക്കുന്നത്. ഇവിടെ 23 ആവാസ ഇടങ്ങളുണ്ട്. ചടങ്ങിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു. സുവോളജിക്കൽ പാർക്ക് സ്റ്റാമ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുറത്തിറക്കി. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ജനുവരി മുതലായിരിക്കും പൊതുജനങ്ങൾക്ക് സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനമുണ്ടാവുകയുള്ളൂ. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.